കലാസ്നേഹികളെ, ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പോയി ചെയ്ത ഒരു ചെറിയ മെഡിറ്റേഷൻ ആണ്. മനസ്സും ശരീരവും തണുക്കാൻ ഞാൻ ഒരു മരത്തിൽ തൂങ്ങിക്കിടന്നു. മിനിഞ്ഞാന്ന് മുതൽ തുടങ്ങിയതാണ്, 3-ന്റെ അന്നാണ് നിർത്തിയത്. മാത്രവുമല്ല, മാനസിക അസ്വസ്ഥമുള്ളവരും മരണക്കിടക്കയിൽ കിടക്കുന്നവരുമൊന്നും ഈ സിനിമ കാണരുത്. ഇറ്റ്സ് ഹൈലി പോയ്സണസ്. അപ്പൊ ഗൈസ്, നമുക്ക് ആരംഭിക്കാം. പണ്ട് അങ്ങ് കുട്ടിക്കാലത്ത് നമ്മുടെ നായകന്റെ ചെറുപ്പം അഭിനയിക്കുന്ന കുട്ടി കാരണമൊന്നുമില്ലാതെ ജാതകം നോക്കാൻ ആരുമൂടുള്ളൊരു കണിയാനെ കാണാൻ പോകും. നിർദോഷയാണ് ദോഷികൃത. ഇങ്ങനെയെന്ന് പറയാൻ എനിക്കൊരു അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കണില്ല. ജീവിതകാലം മുഴുവൻ ചെയ്യാത്ത കുറ്റത്തിന് പഴിയേക്കാനാണ് ഈ ജാതകക്കാരന്റെ അടിപൊളി. അതെ ഗൈസ്, അതാണ് ഈ കഥയുടെയും വിധി. പിന്നെ ഒരു ചെറിയ ചേഞ്ച് ഉള്ളത് ചെയ്ത കാര്യത്തിനാണ് പഴി കേൾക്കണമെന്ന് മാത്രം. കണ്ടകശനി ബാധിച്ചവന്റെ മണ്ടയിൽ കുന്തം വന്ന് വീണില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇതിലെ നായകനും കണ്ടകശനിയാണ്. ഇത് അവൻ പഠിക്കുന്ന ക്ലാസ് റൂം. ക്ലാസ്സിലെ ടീച്ചറിനാണെങ്കിൽ വട്ട്. ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ അങ്ങ് ഡോക്ടർ എഞ്ചിനീയറും ആയി. എന്തിന് അങ്ങ് ISR വരെ എത്തിയ പിള്ളേരുണ്ട്. ഇത്തരം കോമൺ തള്ളു കേട്ട ക്ലാസ്സിലൊരു കുട്ടി പണ്ട് നമ്മളെല്ലാം ടീച്ചറിന്റെ മുഖത്ത് നോക്കി ചോദിക്കണമെന്ന് കരുതിയിരുന്ന ആ ചോദ്യം അങ്ങ് ചോദിക്കും. ടീച്ചർ പഠിപ്പിച്ച പിള്ളേരെല്ലാം വലിയ നിലയിലായി. ടീച്ചർ ഇപ്പോഴും പുരോഗതി ഇല്ലാതെ ഇവിടെ കഞ്ഞിയും കറിയും വിളമ്പി നടക്കുകയില്ലേ? പെട്ടെന്ന് ആ ക്ലാസ്സിലേക്ക് ഒരു പൂമ്പാറ്റ പറന്നു വരുന്നു. മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്. അങ്ങനെ ചോറ്റുപാത്രം മാത്രം പള്ളിക്കുടുത്തി കൊണ്ടുപോകണം അവൻ പേന എടുക്കാൻ മറന്നുപോയെന്ന്. ഈ കൊച്ചു മുടിവെട്ടി ബോവച്ച അയ്യപ്പനായിട്ട് അഭിനയിക്കും. ഒരു ഡിവൈൻ ലുക്ക്. അങ്ങനെ അവൻ എഴുതാൻ അവളൊരു പേന കൊടുക്കും. പിന്നെ ആ പേന ജീവിതകാലം മുഴുവൻ അനുഭവിച്ചത് പടച്ചോഹന് മാത്രമേ അറിയാവൂ. പേന വാങ്ങിച്ചതും പ്രണയം തോന്നിയ കുട്ടി നായകൻ കൂട്ടുകാരനോട് ചോദിക്കും, നമ്മളെ നല്ല മാച്ച് അല്ലേ എന്ന്. ഇന്നല്ലളിയാ, ക്രിക്കറ്റ് കളി പോലും കാണണടാ, ഇത്രയും നല്ലൊരു മാച്ച്. അങ്ങനെ ഇരിക്കെ ഒരു എക്സാം ദിവസം നമ്മുടെ കൊച്ചു പയ്യൻ നോക്കുമ്പോ അവന്റെ ക്രഷ് ഇരുന്ന് വലിയ വായിൽ മോങ്ങണ്. കാര്യം തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അവക്കടെ അപ്പൂപ്പൻ കബറി പോകുന്നുമ്പേ കൊടുത്ത പേന കാണാനില്ലെന്ന്. കാണാനില്ലാത്ത പേന കണ്ടെത്താനുള്ള കഴിവ് സാറിനല്ലേ ഉള്ളൂ. ആ സാറിനെ കണ്ടറിയ ഇവനൊരു പ്രൊപ്പഗണ്ട ഉള്ളവനാണെന്ന്. കണ്ട അവൻ കറക്റ്റ് പോയി നമ്മുടെ നായകന്റെ കവറിൽ നിന്ന് ആ പേന കണ്ടെത്തും. പേന കട്ട കള്ളൻ ഇവൻ തന്നെ എന്നും പറഞ്ഞ് നിന്റെ കല്യാണം വരെ ഇനി നീ കസേര ഇരിക്കരുതെന്നും പറഞ്ഞ് അവന്റെ പ്രശ്നം ബലവത്താക്കി വിടും. അതിനിടയിൽ അടികൊണ്ട ഭാഗത്ത് ആൽക്കലി തേക്കാൻ പോയിട്ടൊന്നും നായകൻ കാണുന്നത് കാറ് കയറി ടാറ്റ പറഞ്ഞു പോകുന്ന നായികനെയാണ്. അവള് ബാംഗ്ലൂരിൽ പോയി മോഡേൺ പെൺകുട്ടി ആവാൻ പോയി. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന പ്രേമവും പോയി. അവന്മാര് പിടിച്ചിവനെ കള്ളനുമാക്കി. ശേഷം കാലം അങ്ങനെ ഒരുപാട് കലങ്ങിപ്പോയി. കൊച്ചു പയ്യൻ വളർന്ന് വലിയ പയ്യനായി. അവനൊരു വലിയ കണ്ണാപ്പിയായി. നിങ്ങൾ ആ കേട്ട BGM ഏതാണെന്ന് മനസ്സിലായോ? ഇടയ്ക്ക് റീലിലൊക്കെ വൈറലായില്ലേ? മലമുള്ള മുല്ല വാങ്ങി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മടിയിൽ കയറിയെന്ന് പറഞ്ഞു പാട്ട് വൈറലായില്ലേ? ഒരുത്തൻ ബസ് ഓടിക്കുമ്പോ ഇടുന്ന പാട്ട്. ആ പാട്ട് ഒമാര് സിനിമയിൽ കയറ്റി വെച്ചേക്കണ്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. ഇതിന്റെ ഡയറക്ടർ ഓമ്പേനി കട്ടില് കമിഴ്ന്നെടുത്ത് ഇൻസ്റ്റാഗ്രാം റീല് കണ്ട് ചാറ്റ് ചെയ്തിട്ടിരുന്നപ്പോ തോന്നിയ ഐഡിയ ആയിരിക്കണം ഈ സിനിമ. റീലിനേക്കാളും നിലവാരം കുറഞ്ഞ പടം എടുത്ത് വെച്ചേക്കണം. ക്യാമറയിൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്തത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് അത് സിനിമ ആകൂല. അങ്ങനെയാണെങ്കിൽ കല്യാണ സീഡി തിയേറ്റർ ഇട്ട് അത് സിനിമയാകും. പെട്ടെന്ന് നമ്മുടെ നായകൻ വന്നുകൊണ്ടിരുന്ന ലോറിക്ക് മുന്നിൽ ആരും വട്ടം വെക്കും. കാര്യം ആരായും ചെയ്ത നായകൻ കാറിനകത്ത് കാണുന്നത് പല നിറത്തിലുള്ള ദൈവങ്ങളെയാണ്. ശിവനും കൃഷ്ണനും ബ്രഹ്മാവും ഒക്കെ ഒരുമിച്ചിരുന്ന് കഞ്ചാവ് വലിക്കുന്നു. കഞ്ചാവ് വലിച്ചാൽ പിന്നെ കാടിന് നെടുക്കാണെന്ന് തോന്നും, കാവൽക്കാരനാണെന്ന് തോന്നും, കല്യാണം വരെ കഴിക്കാനും തോന്നും. അങ്ങനെ കിളി പാറി അവർക്ക് റോഡിലൂടെ ആൾക്കാർ കടന്നു പോകുന്നത് കണ്ട് നിർത്തിയതാണെന്ന്. ശൂന്യത. ആരുടെ ഫ്രണ്ട് ഇരിക്കണ കൊല്ലം ഷാഫിയ? ഇതൊക്കെ ആര്? യവന്മാരെ കഞ്ചാവാണ് MDMA ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതിന് തിരക്കഥ എഴുതിയവൻ തലകുത്തി എന്ന് വെള്ളം അടിച്ചാൽ കണ്ടാണ് എഴുതിയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇമ്മാതിരി ചീഞ്ഞ കോമഡിയൊക്കെ ഇപ്പൊ ആരെങ്കിലും ചെയ്തു വെക്കോ? ദോഷം പറയരുതല്ല, എല്ലാം എഡ്യൂക്കേറ്റഡ് പീപ്പിളാ. MA കാരാ, MDM. പിന്നെ ഇതിൽ നമ്മുടെ അസീസ് നെടുമ്പങ്ങാടിക്ക ഉണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് അറക്കൽ അബു ആവും, ചിലപ്പോ കീലേരി അച്ചു ആവും, ചില സമയങ്ങളിൽ ദശമൂലം ദാമു ആവും. ഇങ്ങനെ ഒരു റേഡിയോ ആക്റ്റീവ് കഥാപാത്രം. തീരെ കൺസിസ്റ്റൻസി ഇല്ലെന്ന്. വെള്ളം ഒഴുകി നടക്കുന്ന സ്വഭാവം മാറണം. പുള്ളിയുടെ പഴയ മുതലാളിയായിരുന്നു നമ്മുടെ കോട്ടയം നസീർ. അവിടെ അവർ കോമഡിയാണെന്ന് വിചാരിച്ച് നമ്മളെ കാണിച്ചൊരു കഥയുണ്ട്. സൂര്യ ഇറങ്ങി അടവച്ച്, അതാണ് പ്രശ്നം. അടവച്ചിന് ഇവര് തമ്മിൽ പ്രശ്നം. അതോ സൂര്യണ്ണ അടയിട്ട് വെച്ചതേ ആനപ്പിണ്ടോണ്, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല.
എടാ എനിക്ക് അറിയാൻ മേലാത്തൊരു ചോദിക്കണം. ശ്രീകാന്ത് വെട്ടിയടാ ഇതിന്റെ കോമഡി എഴുതിയത്. അതിന് ഇതിനേക്കാളും നിലവാരം ഉണ്ടല്ലോടാ. ആ ചാണകം കുറച്ചെടുത്ത് ഇതൊക്കെ എഴുതിന്റെ വായിൽ തിരികെ വെക്കാത്തത്. തോൽവിയുടെ പടുകുഴി. ഇനി ഇതാണ് ആ പേന. ഈ പേനയാണ് ആ പേന. ഇത് അങ്ങനെ ഒരു പേനയെ പ്രണയിച്ചവൻ. എന്താ പേന ഇങ്ങനെ നോക്കണം? ആ പേനൊന്നും പോയി ഒരു കൈ കൊണ്ട് എടുക്കല്ലേ. അത് എവിടെയൊക്കെ കുത്തി കയറ്റിയാണെന്ന് ആർക്കറിയാം. ഐ മീൻ ഉമ്മയൊക്കെ കൊടുത്തെങ്കിലേ ചിലപ്പം സ്നേഹം മൂത്തേ, ചിലപ്പോ ചെവിയിലും മൂക്കിലും കിട്ടും. പേനയോട് ഇത്രയും പ്രേമമാണെങ്കിൽ ഈ വല്ല ബസ് സ്റ്റാൻഡിലും പേനക്കച്ചവടത്തിന് പോകണം. ഇവന്റെ ഈ പേന പ്രേമവും എല്ലാ കഥകളും ഇവന്റെ അനിയത്തിക്ക് നന്നായി അറിയാം. ഈ പടമൊക്കെ ശരിക്കും എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ സമ്മതിക്കണം പൈസ മുടക്കാനായിട്ട്? പുറകെ കൂടെ കൈയിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് അടിക്കുന്ന ഏതോ പ്രൊഡ്യൂസറാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അല്ല ഇവിടെ എന്താണ് നമ്മളെ കോട്ടയം ബഷീറിന് പറയാനുള്ളത്? ഈ വീടിന്റെ പണി ഞാൻ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തീർന്നു. അത് കഴിഞ്ഞാൽ എന്റെ കൊച്ചിന്റെ കാര്യമാണ്. കണ്ണ് ചീത്തയാവും ഇത് വെച്ച് കളിക്കും. നമ്മുടെ ചന്തുനാഥാണ് നായകന്റെ ഉറ്റ സുഹൃത്തായ കൂട്ടുകാരൻ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ച കൂട്ടുകാരാണ്. പക്ഷെ മാല പാർവതിയാണ് നമ്മുടെ ചന്തുനാഥന്റെ അമ്മ. ഇവനെ അവർക്ക് അത്ര ഇഷ്ടമല്ല. എന്തായാലും വന്ന അന്ന് തന്നെ ഇവന്റെ കല്യാണ ആലോചനയായിരുന്നു. പെണ്ണ് കാണാനും പോയി. ചുമ്മാണ് ചന്തുന്റെ അമ്മയ്ക്ക് ഇവനെ ഇഷ്ടമല്ലാത്ത. കണ്ടില്ലേ, വന്നപ്പോ തന്നെ ബാറെ കൊണ്ട് അവനെ കുടിപ്പിക്കണം. ഇനി പെണ്ണ് കാണൽ ഒരു കോമഡിയാണ്. ഇതാണോ ഞാൻ കണ്ടെത്തുന്ന പണിക്കര് പറഞ്ഞ പെൺകുട്ടി? പെങ്കൊച്ചിങ്ങനുണ്ട്. എടാ നല്ല കിണ്ണം കാച്ചി കൊച്ചി മുള്ളുപോലും കളയല്ലേ. എനിക്ക് ഡബിളോ. എനിക്ക് നിങ്ങളുടെ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ദൈവമേ. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്റെ കൂട്ടുകാരനാണ്. കുട്ടി അവന് കെട്ടിച്ചു കൊടുത്തൂടെ? ഓൾ ദി ബെസ്റ്റ് പെങ്ങളെ. യു ആർ ട്രൂലി ലക്കി. അയ്യോ എന്നാ ഇത്? എടാ എന്റെ ജീവിതത്തിൽ ഞാൻ പലവിധമായ കല്യാണ മുടക്കലുകളും പാത്തിരിക്കേ. അനാ ഉന്ന മാതിരി ഒരു ചൂത്തരെ എന്നാ എങ്കയും പാകലടാ. പെണ്ണിനെ ഇഷ്ടപ്പെടാത്തോണ്ട് ഇതൊരു മാതിരി വല്ലാത്ത കാരണമായി പോയടേ. അവന്റെ മോന്ത കണ്ടറിയാം ഇവന് ക്രിമിനൽ മൈൻഡ് ആണെന്ന്. അല്ലേ തന്നെ ആ പെണ്ണിനെ നോക്കി എന്ത് തങ്കക്കൂടം പോലത്തെ കൊച്ചു. ഞാൻ വല്ലവരുന്നെങ്കിൽ അപ്പൊ തന്നെ എടുത്ത് ചാക്കിലിട്ടോണ്ട് പോയേനെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു ബാർ കയറി 2 എണ്ണം അടിച്ച് അവിടെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വെയിറ്റർ ഒരു സാധനം കയ്യിൽ കൊണ്ട് കൊടുക്കും. അതില് ദേ ഏതൊരുത്ത് മിണ്ടാതിരിയുടെ പട്ടി എന്ന് എഴുതി വെച്ചേക്കണ്. ആരാണെന്ന് നോക്കുമ്പോ നമ്മൾ എല്ലാരും ഞെട്ടും. പക്ഷെങ്കിൽ തന്നോട് മിണ്ടായിരിക്കാൻ പറയാൻ അവളാരി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ കിടന്ന് അലമ്പാകും. എന്താ പറഞ്ഞു? എന്താ ചേട്ടാ പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. ആ മൊന്തയിൽ എഴുതി വെച്ചിരിക്കണു കുത്താണെന്ന്. തന്നെ അങ്കൂത്തെന്ന് വിളിച്ച് അപമാനിച്ച അവളെ പിന്തുടരാൻ അവർ അങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവളെ പിന്തുടർന്ന് ചെല്ലുന്ന ഇവരൊരു സത്യം മനസ്സിലാക്കും. ശരിക്കും ഇവൾ ആരാണെന്ന് അറിയാമോ? അതെ ഗൈസ്, നമ്മുടെ നായകന്റെ ആ പേനയുടെ അവകാശി. യെസ് ഗൈസ്, പണ്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ആ കുട്ടി ബാംഗ്ലൂരിലെ പരിഷ്കാരിയായി തിരിച്ചു വന്നിരിക്കുന്നു. പിന്നെ ഞാനിഞ്ഞൊന്നും കൂടുതലായിട്ട് പറയണ്ടല്ലോ. ഒരേ സമയം ഒരു വണ്ടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും വിൻഡോ സീറ്റ് ഇരുന്ന് രണ്ടുപേർക്കും പ്രണയം. അങ്ങനെ അന്നേ ദിവസത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന നമ്മുടെ നായകനെ പോലീസ് അറസ്റ്റ് ചെയ്യും. കാരണം വേറൊന്നുമില്ല ഗസ്, അവൻ കേരളം ഒന്ന് കത്തിക്കാൻ നോക്കി. അതിൽ 1078 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന്റെ മുതലാളിയാണ്. കേരളം നിന്ന് കത്തും. ഇതിനൊരു അന്ത്യം വരണം ഗൈസ്. പിറ്റിന് നമ്മുടെ കോട്ടയം മുതലാളി വന്ന് അവനെ ഇറക്കും. പക്ഷെ ഫോണ് മാത്രം കൊടുക്കൂല. അതേസമയം നമ്മുടെ മാലാപാർവതിയുടെ മകനില്ലേ, അതായത് നമ്മുടെ കൂട്ടുകാരൻ, അവനില്ല അവളെ അങ്ങ് ഇഷ്ടപ്പെട്ട്. എന്തായാലും വീട്ടുകാർ കല്യാണം ആലോചിക്കല്ലേ, എന്നാ പിന്നെ അത് തന്നെ അങ്ങ് നടത്താന്ന് അവര്. ഇതേസമയം നമ്മുടെ നായകൻ തമിഴ്നാട്ടിലൊരു ഓട്ടം പോയി. അപ്പോഴാണെങ്കിൽ ഇതാ അവിടെ പൊങ്കല്. എടാ നിങ്ങൾ തമിഴ്നാടെന്നും പറഞ്ഞത് ഇവിടെ പഞ്ചാബിലാ പോയത്. തമിഴ്നാട്ടിൽ പൊങ്കൽ എന്നും പറഞ്ഞ് 5 ദിവസം അവധി കണ്ട് അവരുടെ പെട്ട് കിടക്കുകയാണ്. പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും പറഞ്ഞ് ഇവര് എവിടെ ചെന്ന് കയറിയത്? അല്ല ഇനി തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു ഗ്രാമമാണോ പഞ്ചാബ്? എനിക്കറിയാൻ പാടില്ല ഈ പടത്തിൽ ഇത് എന്തൊക്കെയാണ് നടക്കണം. എന്തൊക്കെയാണ് നടക്കുന്നേ? അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പൊള്ളാച്ചി പോയ നായകൻ പഞ്ചാബിൽ നിന്ന് തിരിച്ചു വരും. അപ്പൊ നമ്മുടെ നായകന്റെ കൂട്ടുകാരൻ വന്നിട്ട് പറയും അവന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറയും. ആ സന്തോഷത്തിൽ പെണ്ണിന്റെ ഫോട്ടോ നോക്കുമ്പോ അവന്റെ മോന്ത മാറും. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ. പിന്നെ സങ്കടമാണ്. പേനയും പോയി പെണ്ണും പോയതിന്റെ സങ്കടമാണ് അവന്. വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും അടിയിലെട്ടിയാൽ ഓടക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു.
ഞാൻ ഇവിടുന്ന് പോകുന്ന കാര്യം പറഞ്ഞു. കള്ളു കുടിക്കണേക്കുമ്പോ കറക്റ്റ് റിയൽ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. ബ്രോ ഈസ് മോർ നാച്ചുറൽ ആക്ടർ തന്നെ. അങ്ങനെ മനംനൊന്ന് മുറിഞ്ഞിരുന്ന അവനെ മുതലാളി വിളിച്ച് തമിഴ്നാട്ടിൽ വീണ്ടും കൊണ്ടുപോകും. സങ്കടം മാറാതാണ് നല്ലതെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അതാ അവിടെ നിന്ന് ഒരു കോള് നാട്ടിന്ന് ലവക്കട കല്യാണം മുടങ്ങിയെന്ന്. ബട്ട് വെയിറ്റ് ഗൈസ്, അപ്പൊ അവിടെ ഒരു ട്വിസ്റ്റ്. സംഭവം അവൾ അച്ഛൻ ആരെ കൊന്നിട്ട് സ്വർണവും പണവും ആരെ രാത്രി അടിച്ചോണ്ട് പോയെന്ന്. അയ്യോ, ഈ ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞതിന് ലോറിയുടെ മുകളിൽ കാക്ക കാഷ്ടിച്ച കണക്ക് ഒരു പെട്ടി നിറച്ച് സ്വർണവും പണവും. അതെവിടെ നിന്ന് വന്ന? അതേസമയം നമ്മുടെ ചന്തുനാഥ് കൂട്ടുകാരൻ ഇവന് മറ്റവളെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയാം. എന്നിട്ട് വീട്ടിൽ പോയി ഒഴിവില്ലാത്തൊരു കസേര കയറിയിരുന്ന് ആലോചിക്കും. എന്നിട്ട് അവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഇറ്റ്സ് ട്രൂ ദാറ്റ് ഹി ഈസ് എ ജെന്റിൽമാൻ. അത് കഴിഞ്ഞ് നമ്മുടെ കോട്ടയം കരീമ് നേരെ വന്ന് ലോറിയുടെ ചാവി നമ്മുടെ നായകനെ ഏൽപ്പിച്ചിട്ട് പോയി കിടന്ന് അങ്ങ് മരിക്കും. ഇവൻ എന്തിനാ ഇപ്പൊ കൊന്ന? ഞാൻ മരിച്ചു കിടക്കുന്ന നേരത്ത് എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്തോ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അല്ല ചുമ്മയൊക്കെ ആൾക്കാരെ കൊല്ലണം. ഇനിയിപ്പോ മുതലാളി മരിച്ചില്ലേ, ലോറി ഓടായിരിക്കാൻ പറ്റില്ലല്ലോ. പുള്ളിക്കാണെങ്കിൽ കുറെ കടവുണ്ട്. അങ്ങനെ പഴയ 2 കിളികളും കൂടി ലോറിയായിട്ട് ഒരു ഓട്ടം പോവുകയാണ്. അസീസൊക്കെയാണ് വണ്ടിയുടെ ഡ്രൈവർ. പെട്ടെന്ന് ശുക്രൻ എന്ന ഈ സിനിമ പരകായ പ്രവേശം ചെയ്ത് ലോകേഷിന്റെ കൈതിയായി അങ്ങ് മാറും. അതായത് ഇതിനകത്ത് കുറെ സ്വർണ്ണം ഇരിക്കുകയല്ലേ, ലോറിയിലെ സ്വർണം മോഷ്ടിക്കാൻ കുറെ വില്ലന്മാര് വരും. കാർത്തിക്ക് കൈതി ഉള്ള പോലെ അസീസയ്ക്ക് കൊണ്ടൊരു കൈതി. അവൻ പേര് ഡില്ലി. അത് ദില്ലി, ഇത് തൊലി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, അസീസൊക്കെ ഇതിൽ നന്നായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കളിയൊക്കെ ആണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞല്ലോ. കൈദിയാവാൻ ശ്രമിച്ചിട്ട് അവസാനം കയ്യിൽ ഊരി പോയെങ്കിലും സംഭവം കൊള്ളായിരുന്നു. ഒടുവിൽ നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ നായകൻ അസീസിക്കോയോട് പറയുകയാണ്. അപ്പൊ ഇക്കാക്ക് പറയും, ഞാനുണ്ട് നിന്റെ കൂടെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മൾക്ക് ഇത് പറഞ്ഞെടുത്ത് വെച്ച് കാണാം. പിന്നെ ഇതിനകത്ത് ഈ ഉസ്താദ് ഉണ്ട്. ഇത് എന്തിനാണ് ഈ ഉസ്താദിനകത്ത് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സീനിൽ അങ്ങണ്ട ഉണ്ട്, പിന്നെ അങ്ങ് പോകും. ഞാൻ പറഞ്ഞില്ല അസീസിക്കയുടെ ക്യാരക്ടർ ഇതിനകത്ത് ദേശമൂലം ദാമമാണെന്ന്. ഇത്രയും ദൂരം ഞാൻ കയ്യിൽ കടന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വില്ലന്മാരുടെ ഇടികൂടി ഡയലോഗ് അടിച്ചിട്ട് പോയില്ലേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേ ഒരു ലോലഹൃദനായ എന്റെ അടുത്ത് എന്തിനാ ഇത്ര വലിയ രഹസ്യമൊക്കെ പറഞ്ഞത്? അല്ല, അപ്പൊ അന്നേരം തല്ലിയതൊക്കെ പറ്റിപ്പോയി, ആവേശം കൊണ്ട് പറ്റിപ്പോയതാ. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. എന്തോന്നടാ ഇത് എഴുതി വെച്ചേക്കണത്? കോമഡി എന്നും പറഞ്ഞ് എന്ത് കോണാനാണ് കാണിച്ചു വെച്ചേക്കണത്? അസീസിക്കാന്റെ ഈ കോമഡിയൊക്കെ കണ്ടിട്ട് പ്രേക്ഷകര് തിയേറ്ററിൽ 10 സൈസുള്ള ചെരുപ്പാണ് സന്തോഷം കൊണ്ടെടുത്ത് തിയേറ്ററിലോട്ട് വലിച്ചെറിഞ്ഞെന്ന്. ഇനിയിപ്പോ വരണത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് രാത്രി ആകുമ്പോ നമ്മുടെ നായക എന്ത് ചെയ്യും? അവന്റെ കയ്യിലുള്ള സ്വർണ്ണം എല്ലാം കൂടി ആ വീട്ടിൽ കൊണ്ട് വെക്കാന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങും. നല്ല ഐഡിയ ആണ്, നല്ല ഐഡിയ തന്നെ. ഇവനെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അത് പോയില്ല, അഭിമാനം ഇല്ലാത്തതുകൊണ്ട് അതും പോലീസുകാരെ കൊണ്ടുപോയില്ല. പക്ഷെ എന്തായാലും അവനെ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട്. അയ്യോ, ഡയലോഗ് മാറിപ്പോയി കേട്ടോ, സോറി. സംഭവം വേറൊന്നുമല്ല, 2 ബാഗ് ഉണ്ടായിരുന്നു. ആ ഒരു ബാഗല്ലേ ഇവന്റെ കയ്യിലുള്ളു. അതോടെ ഈ മണ്ടനെ അവന്മാർ എടുത്ത് വെച്ച് ഇടിക്കും. മറ്റേ ബാഗ് എവറാന്നും പറഞ്ഞ് ഇവന്റെ കിടുപ്പൊക്കെ അവന്മാർ ഇടിച്ച് മെനക്കെടുത്തു. ഇനിവൽ നമ്മുടെ നായികയോട് നമ്മുടെ മരിച്ചുപോയ മുതലാളിയുടെ ഭാര്യ പറയും, അവൻ മുന്നേ അങ്ങനെ എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ആ പെട്ടി അവന്മാർക്ക് ലോറിയുടെ മോളിൽ നിന്ന് കിട്ടിയതാണ്, അവന്മാര് മോട്ടിച്ചതല്ലെന്ന്. ഓ, വലിയ ഉപകാരം. അത്തണെങ്കിലും മുഴഞ്ഞിട്ടങ്ങ് ചത്തല്ല. വളരെ നന്ദിയുണ്ട്. അത് അങ്ങനെ ഒരുത്തൻ ജീവിച്ചിരിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന്. അപ്പോഴാണ് അത് അവിടെ നമ്മുടെ നൊട്ടോറിയസ് അടുത്ത നായകന്റെ എൻട്രി, മിസ്റ്റർ ഷിൻ ടോം ചാക്കോ. പുള്ളിയാണ് ഈ കൊലപാതക കേസെല്ലാം അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഓഫീസർ. ആൾസോ നമ്മുടെ നായികയുടെ സുഹൃത്തുമാണ്. പിന്നെ ഷോം ടാക്കർ ഒരു ഷോയാണ്. പുള്ളി തലങ്ങും മുലങ്ങും ഈ കേസിനെ പറ്റി അന്വേഷിക്കും. അന്വേഷണത്തിനൊടുവിൽ ഇവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇവനെ ജയിലിൽ നിന്ന് ഇറക്കി വിടും. ജയിലിൽ നിന്ന് ഇറങ്ങിയ സന്തോഷത്തിൽ ഓടിപ്പോയി ഇവൾക്ക് ഒരു എമർജൻസി കിസ് അടിച്ചിരുന്നെങ്കിൽ അവളെ എന്റെ കൂടെ വരില്ലായിരുന്നടാ. അല്ല, അങ്ങനെയൊക്കെ ഒരു സീൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലോ. അല്ലേ ഈ പടം വള്ളി വിട്ടല്ലേ പോണത്, പിന്നെ എങ്ങനെ ആയത്? എന്താ വരണവരും പോണവരും ഒക്കെ ഉള്ളടത്ത് ഫ്ലർട്ടിങ്ങാ. മിമിക്രിക്ക് ഓസ്കാർ മേടിച്ച ആള് ടിങ് ടോങ്. അതെന്തായാലും കൊള്ളാം കേട്ടോ ആ കോമ്പിനേഷൻ. സ്വന്തമായിട്ട് എല്ലാവരുടെയും ശബ്ദമുള്ള ആള് സ്വന്തമായിട്ട് ശബ്ദമേ ഇല്ലാത്ത ആളും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഇവർ രണ്ടുപേരോട് ഒരു കുറിസിൽ ഇരുന്ന് കണ്ടുപിടിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മുടെ കുട്ടിയകിലാണെന്ന്. പക്ഷെ നമ്മുടെ കുട്ടിയകില് മരിക്കും മുന്നേ അവന്റെ ഒരു കൂട്ടുകാരൻ വന്ന് ഇവളെ കല്യാണത്തിന് ഗിഫ്റ്റ് എന്നും പറഞ്ഞ് 2 മോതിരം തന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവന്റെ കൂട്ടുകാരെ മരിച്ചിട്ടില്ല. അവന്റെ കൂട്ടുകാരനും അവനോട് ഒരു ആക്സിഡന്റ് പറ്റും, കുട്ടിയെങ്കിലും മരിച്ചും പോകും. പക്ഷെ കൂട്ടുകാരെ മരിക്കാൻ കിടപ്പുണ്ട്. അവന്റെ പോയി ചോദിച്ചതിന്റെ സത്യം എന്നും പറഞ്ഞ് നേരെ അവന്റെ വീട്ടിൽ പോകും. ഈ അലമാര പോലെ കിടക്കണ
ഇവനാണ് നമ്മുടെ കൂട്ടുകാരൻ. ഒന്നുണ്ടെ ആക്സിഡന്റിൽ ഇവൻ കിടപ്പായി പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഈ കുട്ടിയെങ്കിലും ഭയങ്കര റിച്ച് ആണ്, അവൻ പണിക്കൊന്നും പോകൂല. അപ്പൊ അവൻ എന്ത് ചെയ്യും, കാശിനെ കൊണ്ട് MDMA കച്ചവടം നടത്തും. ഒരു ദിവസം കുറച്ചധികം ഫണ്ടിന്റെ ആവശ്യം വരുമ്പോൾ ഇവളെ കല്യാണത്തെ പറ്റി അവരറിയും. അവിടുന്ന് സ്വർണം മോഷ്ടിക്കാനുള്ള പരിപാടി ഇവർ ചെയ്യും. അങ്ങനെ സ്വർണം മോഷ്ടിച്ച് പോകുന്ന വഴിയിലാണ് ആക്സിഡന്റ് പറ്റി അവൻ മരിക്കുന്നത്, ഇവൻ കിടപ്പിലാകുന്നത്. ആ സമയത്ത് പോലീസ് വരുമ്പോൾ ആ സ്വർണം എടുത്ത് ഓടിപ്പോയ നമ്മുടെ നായകനെ ലോറിയുടെ മുകളിൽ എറിയുകയും ചെയ്യും. ഇതാണ് കഥ. നീയൊക്കെ കാരണം തൊലഞ്ഞു പോയതേ എന്റെ ജീവിതം. നീ ഇത് ആരുടെ ഇതൊക്കെ പറയണത്? അവിടെ ദയാവധം കാത്തിടക്കണതായി ഇവന്റെ അടുത്താ. എങ്ങനെയാ ഇവന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറയാൻ നിനക്ക് തോന്നിയ? ആ വീട്ടിന്റെ സർവേ കല്ലാണ് ഇപ്പൊ അവൻ, അല്ലാതെ അവനെ കൊണ്ട് ഒന്നിനും ഇനി കൊള്ളൂല. ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടിയെങ്കിലും ഭയങ്കര ആഭാസനായിരുന്നു. കണ്ട പിള്ളേർക്കൊക്കെ ഗ്ലൂക്കോസ് കൊടുക്കണത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? തീർന്നില്ല ഗൈസ്, ഇനിയും ഉണ്ടൊരു ട്വിസ്റ്റ്. പോലീസ് ആണെന്ന് കരുതി എക്സൈസിനെ കണ്ട് പേടിച്ച് പെട്ടി എടുത്തവന്മാർ ലോറിയുടെ മുകളിൽ എന്നിട്ട് അത് എടുക്കാൻ വേണ്ടി 6:60 പോയി വണ്ടി ഇടിച്ച് കുട്ടിയെങ്കിലും മയ്യത്താകും, മറ്റവൻ മെത്തേലും ആകും. ബട്ട് അവളെ അച്ഛനെ ഇനി ആരാണ് കൊന്നേന്ന് അറിയണ്ടേ? അവിടെയാണ് ട്വിസ്റ്റ്. അവിടെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇവർ 3 പേരാണ് അവിടെ മോഷ്ടിക്കാനായി കയറിയത്. ആ കാബാലികനാണെങ്കിൽ അവളെ അച്ഛനെ തലയിൽ കമ്പിക്കടിച്ച് അയാളെ കൊന്നത്. നമ്മുടെ സർവേക്കലിന്റെ ആൾ ആരാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഒരു കാര്യം അറിയാം. പേരറിയില്ല, പക്ഷെ ഫിലിക്സ് പറഞ്ഞ ഒരു കാര്യം എനിക്കറിയാം. അയാളൊരു ബാംഗ്ലൂരുകാരനായിരുന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കും ബാംഗ്ലൂരുള്ള ഒരുത്തൻ, അത് ആരായിരിക്കും? ഇവന്മാരെ നേരെ ബാംഗ്ലൂർ ചെല്ലും. അപ്പൊ ഒന്നും പറയാൻ നമുക്ക് ഒരുത്തനെ കാണിച്ചു തരും. കണ്ടോ, ഇങ്ങനെ ഒരു ഷോട്ട് കാണുമ്പോ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധി തന്നെ, നമ്മൾ പ്രതീക്ഷിച്ചു തന്നെ സത്യം, ചന്തുനാഥ് തന്നെ വില്ലൻ. അപ്പൊ പെട്ടെന്ന് അവിടേക്ക് ബാറിന്റെ ബൗൺസർ വന്നിട്ട് പറഞ്ഞു ഇറങ്ങിപ്പോടാൻ നായകളെ ഇവിടുന്ന്. ഇവ എന്ത് ബൗൺസർ ആയിട്ട് ടീഷർട്ട് ഒന്നും ഇടാത്തത്? ഭയങ്കര സ്റ്റൈലിലേക്കാണല്ലോ വന്നിരിക്കണത്. ഓ സോറി ഗൈസ്, സോറി ഗൈസ്. അവൻ ബൗൺസർ അല്ല ഗൈസ്, അവനാണ് തന്തയെ കൊന്നത്. ഇവനാണ് സിനിമയിലെ മെയിൻ ആന്റഗോണിസ്റ്റ്. വാട്ട് എ ബ്രില്യൻ സ്റ്റോറി. അമ്മാവന്റെ കാറ്റ് പോയി. എന്നെയും മലപ്പുറം ചങ്ങാതിയും ചന്തുനാഥും ഷിൻഡോൻ ചാക്കോയും ബിപിൻ ജോർജും എല്ലാവരുടെ ചേർന്ന് അവിടെ ഒരു ഫൈറ്റ് അങ്ങ് കാഴ്ചവെക്കും. ഒടുവിൽ അവനെ ഇവരെല്ലാവരുടെ ചേർന്ന് പിടിക്കും, പോലീസിൽ ഏൽപ്പിക്കും. നമ്മുടെ നായകൻ ഫ്രീ ആകും, കുറ്റവിമുക്തനാകും, നല്ലവനാകും, സൂപ്പറാകും. എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇതിന്റെ ഡയറക്ടറിന്റെ തിരക്കഥാകൃത്തിന്റെയൊക്കെ മാനസികാവസ്ഥ 2005 നിൽക്കുകയാണ്. ആ കാലി കിടക്കണ മെതിയുടെ അവിടെ അങ്ങ് ഊരി. അതുകൊണ്ടാണ് എത്ര നടന്നിട്ട് 2026 എത്താത്ത. പിന്നെ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഷൈൻഡോ ജോക്ക് ആരാണെന്ന് മനസ്സിലായ? പണ്ട് ഇവരെ കൂടെ സ്കൂളിൽ ഇരുന്ന് പഠിച്ച വേറൊരു ചെറുക്കൻ, അത് തന്നെ. പിന്നെ ഇനിയിപ്പോ നായികയ്ക്ക് ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യണ്ടേ? ഒരു വിത്തുകളെ പോലെ ഇവള് പറയാൻ കിടക്കുകയല്ലേ. എനിക്ക് ഒരു കിളിയുടെ ആവശ്യമുണ്ട്. അവന്റെ മോന്ത കണ്ട അറിയാമോ കിളിയാണെന്ന്? കറക്റ്റ്. പിന്നെ പോകല്ലേ, വേറൊരു ടെസ്റ്റ് കൂടെ ഉണ്ട്. പണ്ട് ആ പേന അടിച്ചു മാറ്റിയത് ആരാണെന്ന് അറിയാമോ? അവൻ, അതായത് ഷൈൻഡോൻ ചാക്കോ. അവനും അവളെ പണ്ടേ ഇഷ്ടമായിരുന്നു അത്രേ. എന്തായാലും ഈ പടം തീർന്നു കഴിച്ചു. അതിനോ ഇത് കുറച്ച് ലെങ്ത് കൂടി പോയെന്ന്. ഒറ്റ ഇരിപ്പി ഞാൻ ഇരുന്ന് പടം കണ്ടിട്ടേ അവസാനം എന്റെ മുഖത്ത് ഹോക്കി ബാറ്റ് വെച്ച് മസാജ് ചെയ്യേണ്ടി വന്നു നൂരാൻ. ഒടുക്കത്തെ ക്രിയേറ്റിവിറ്റി തന്നെ എന്റെ അമ്മോ. യവനൊക്കെ ക്രിയേറ്റിവിറ്റി കൂടി ഇഞ്ചക്ഷൻ വെക്കണ സൂചി എടുത്ത് തുണി വരെ തച്ച് കളയും ഒരു വെറൈറ്റിക്ക് വേണ്ടി. എന്തായാലും പടത്തിൽ ഒടുവിൽ നായകനും നായികയും ഒരുമിക്കും ഗൈസ്. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. നമുക്ക് മറ്റൊരു അതിമനോഹര റോസ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ എന്തായാലും നമ്മൾ ഇനിയും കാണും. Thanks. Love you.